എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈസി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ്. അപ്പൊ അമ്മമാരുടെ ഇങ്ങനെ റിക്വസ്റ്റ് ആണ്, കാരണം അവിടെ നാട്ടിൽ സ്കൂൾ തുറന്നു, ഇവിടെ സ്കൂളുണ്ട്. അപ്പൊ ചേച്ചി എത്രയും പെട്ടെന്ന് ഇതേപോലെ ഈസി റെസിപ്പീസ് ഇടാൻ പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്. എനിവേ, ഇന്ന് നിങ്ങളുടെ ഈ റെസിപ്പി കണ്ടു നോക്കുക. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കനും അതുപോലെ തന്നെ ഒരു റൈസും ആണ്. അപ്പൊ ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലായി കഴിക്കുന്ന ചില്ലി ചിക്കനായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. അതിന് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ചട്ടപ്പെടാതെ ചെയ്യാൻ പറ്റുന്ന, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കനും അതേപോലെ തന്നെ ഒരു ഗാർലിക് റൈസും. അതിന്റെ കൂട്ടത്തിൽ കൂടെ നമ്മുടെ ചില്ലി ചിക്കന് റാപ്പ് ചെയ്തിട്ടും കാണിച്ചിരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം തോന്നുന്നത് അതുപോലെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിരുന്ന കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന സോയാ ബിരിയാണിയും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് ഡിഷാണ്. അതും ഞാൻ ഇതിന്റെ കൂടെ കാണിച്ചിരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ തയ്യാറാക്കി നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കണം, നമുക്ക് എങ്ങനെയാണ് രുചികരമായ ചിക്കനും റൈസും തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തില് ചില്ലി ചിക്കനും അതേപോലെ തന്നെ ഒരു റൈസും ഉണ്ടാക്കാം. ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഞാൻ ചില്ലി ചിക്കൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ റാപ്പാക്കി നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റൈസിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചില്ലി ചിക്കൻ ആണ് കേട്ടോ. ഈസി വെർഷൻ ആണ്, ഒന്നും ഫ്രൈയിങ് ഒന്നും ചെയ്യാത്ത ചില്ലി ചിക്കൻ. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 6 അല്ലി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞത്, ചെറിയ പച്ചമുളക് 10 എണ്ണം. അത് പച്ചമുളകിന്റെ എരിവനുസരിച്ച് അതിൽ എണ്ണത്തിലും വ്യത്യാസം വരുത്തണം. അതുപോലെ തന്നെ സവാള പകുതി വളരെ നൈസാക്കി അരിഞ്ഞത്. ഇത് 1/2 ടീസ്പൂണോളം വരുന്ന ഇഞ്ചി വളരെ നൈസാക്കി അരിഞ്ഞത്. ഇത് ക്യാപ്സിക്കം 1 ടേബിൾ സ്പൂൺ വളരെ നൈസാക്കി അരിഞ്ഞത്. ഇത് സെലറി ഇതേപോലെ തന്നെ 1 ടീസ്പൂൺ ഉണ്ടാവും. ഇത് പിന്നെ സ്പ്രിംഗ് ഓണിയന്റെ പച്ച. ഇപ്പം ഇത് സ്പ്രിംഗ് ഓണിയൻ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന അമ്മമാര് ആ എരിവിന്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടുത്തെ എൻ്റെ മക്കൾ കുറച്ച് വലുതായത് കൊണ്ട് ഇതൊക്കെ ഇത്ര എരിവ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിലെ പ്രിഫറൻസ് അനുസരിച്ച് അതിലൊക്കെ മാറ്റം വരുത്തണം. ഓക്കെ, അപ്പം ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് ആദ്യം ഇടരുത്, കാരണം നമ്മൾ ചേർക്കുന്ന സോസിലൊക്കെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അവസാനം ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ആദ്യം തന്നെ ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സോയാ സോസാണ് ഇത്, ഡാർക്ക് സോയാ സോസ് ആണ് 1 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നത്. അതേസമയം ലൈറ്റ് അല്ലെങ്കിൽ ഓൾ പർപ്പസ് സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നില്ലെങ്കിൽ ചില്ലി പേസ്റ്റ് അതല്ലെങ്കിൽ ചില്ലി സോസ്. ഞാനിപ്പോൾ ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അഥവാ എരിവ് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ പച്ചമുളക് ഇട്ടിട്ടോ കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് അല്പം കുരുമുളക് പൊടിയാണ്. ഒരുപാടൊന്നും വേണ്ട. 1/4 ടീസ്പൂണോളം വരുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം വൈറ്റ് വിനീഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് കേട്ടോ. 1 ടീസ്പൂൺ വരുന്ന ഷുഗർ. അതേസമയം അവസാനം അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനിയും വേണമെങ്കിൽ നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലെണ്ണ. നല്ലെണ്ണയുടെ ഒരു ഫ്ലേവർ വേണം. നമ്മൾ വേറെ ഒന്നും വറുക്കും പൊരുക്കും ചെയ്യണില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ. ആദ്യം തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് നന്നായി തിരുമ്മി കൊടുക്കാം. ഇതിനു മുമ്പ് ഞാൻ റാപ്പ് ചെയ്തിട്ടുണ്ട്, ബട്ടർ ചിക്കൻ റാപ്പ് എന്ന് പറഞ്ഞിട്ട്. അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി സ്വന്തമായിട്ട് കണ്ടുപിടിച്ച റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ നമ്മളെ ചില്ലി ചിക്കനിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷേ പ്രൊസീജിയർ വളരെ എളുപ്പമാണ് മാത്രം. ഇനി ഇതിൻ്റെ രുചി ഒന്ന് നോക്കുക ഈ സമയത്ത്. കാരണം ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ രുചി നോക്കാൻ പറ്റില്ല. ഷുഗർ കുറച്ചും കൂടെ വേണമെന്നുണ്ട്. എരിവും ഉപ്പൊക്കെ തൽക്കാലത്തേക്ക് ഉണ്ട്. നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അവസാനം ടേസ്റ്റ് നോക്കിയിട്ട് അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തൽക്കാലം മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ പീസസ് എന്ന് പറഞ്ഞാൽ 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതായത് എല്ല് ഇല്ലാത്ത ചിക്കൻ വളരെ നൈസായിക്കാണ് അരിഞ്ഞിരിക്കുന്നത്. സാധാരണ നമ്മുടെ ചില്ലി ചിക്കനിൽ അരിഞ്ഞിരിക്കുന്ന പോലെയല്ല, കാരണം ഇത് റാപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വളരെ നൈസായിട്ടുള്ള പീസസ് ആയിട്ട് ഉപയോഗിക്കണം കേട്ടോ. മുറിക്കണം. അപ്പോൾ ഒരുപാട് ഇതല്ല, അരച്ചിരിക്കല്ല, വളരെ നൈസാക്കി കുനുകുന അരിഞ്ഞിരിക്കുന്നതാണിത്. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ചപ്പാത്തിയുടെ തോട്ടില റാപ്പായിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ നമുക്ക് ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ടിഫിൻ ബോക്സ് ആയിട്ടാണ്. ഈവൻ ലഞ്ച് ബോക്സ് ആയിട്ട് ഓഫീസിലോട്ട് നമുക്ക് കൊണ്ടുപോകാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ തൽക്കാലം വെള്ളം ആദ്യമേ ചേർക്കുന്നില്ല, കാരണം ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. അല്പം കൂടെ നമുക്ക് ഇതിലോട്ട് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം, ഇച്ചിരി കൊണ്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കാൻ മറക്കരുത്. ഇതിൽ നിന്ന് വെള്ളം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങ് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ വെള്ളം വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് ഇതേപോലെ തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം.
ഇത് പുറത്ത് താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ ഹോസ്റ്റലേഴ്സിനൊക്കെ പറ്റുന്ന സംഭവമാണ് കേട്ടോ അത്. ഞാനിത് ഇതിൻ്റെ പരീക്ഷണത്തിലാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഐറ്റം. ഈ പനീർ വെച്ചിട്ട് കാണിച്ചേക്കാം നിങ്ങൾക്ക്. അപ്പോൾ വഴറ്റണ്ട, വറക്കണ്ട, ഒന്നും ചെയ്യണ്ട. 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, ഇതെല്ലാം കുക്കായിട്ടിട്ട് ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ഇതിലോട്ട്. എന്നിട്ട് നമ്മളൊന്ന് രുചിച്ച് നോക്കുക, കുക്കായിട്ടുണ്ടോന്നൊന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം കുക്കായിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ ഓരോ ചിക്കൻ അനുസരിച്ചും കുക്കിംഗ് ടൈം വ്യത്യാസം വരും കേട്ടോ. അപ്പം എനിക്ക് 12 മിനിറ്റ് കൊണ്ട് കുക്കായെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ആവണമെന്നില്ല. അതെപ്പോഴും കൺഫേം ചെയ്യുക. എന്നിട്ട് രുചിച്ച് നോക്കുക, ഉപ്പാ പുളി എരുവ മധുരം എന്താ കുറവെന്ന് നോക്കുക. അതിനുശേഷം അത് അഡ്ജസ്റ്റ് ചെയ്യുക അതിനനുസരിച്ചിട്ടാ. എനിക്കിപ്പോൾ ഇതിലെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചും അതിൽ മാറ്റം വരുത്തണം. ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല സ്പൈസിയാണ്, അതുകൊണ്ട് ഇത് ഞാൻ ചേർക്കുന്നില്ല. പിന്നെന്താ, ഒരു കുറവ് പോലെ തോന്നുകയാണെങ്കിൽ ഇനി കുരുമുളക് പൊടി മാത്രം ചേർക്കാൻ പാടില്ല, വേറെ ഒന്നും ചേർക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിക്കരുത്. നല്ല ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒരല്പം കോൺഫ്ലവർ ഒന്ന് കലക്കി ഒഴിക്കുന്നുണ്ട്. അതായത് ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ അത് ഒരു നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ കുറച്ച് കോൺഫ്ലവർ ഒഴിക്കുമല്ലോ. അപ്പോൾ ഇതെല്ലാം കഷ്ണങ്ങളൊക്കെ ഒന്ന് യോജിക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇപ്പം നമ്മൾ റാപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കോൺഫ്ലവർ ഒന്നും ഒഴിക്കാറില്ല. ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ റാപ്പ് ചെയ്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും. അങ്ങനെയാണ് ഞാൻ നന്ദുവിന് കൊടുത്തുവിടാറുള്ളത് സ്കൂളിലോട്ട്. പിന്നെ റൈസിൻ്റെ കൂടെയാണ് ഞാനത് സെർവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് മാത്രം കുറച്ച് കോൺഫ്ലവർ ഒന്ന് കലക്കി ഒഴിക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഒരു അല്പം ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കലക്കിയിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കരുതേ. ഞാൻ പറഞ്ഞ പോലെ ഇത് ഓപ്ഷനിലാണ്, കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. കോൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഒരു ചെറിയൊരു നനവ് വേണം. നമ്മൾ റാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ റാപ്പ് കഴിക്കുമ്പോൾ നന്നായിട്ടുണ്ടാവില്ല. ചെറിയൊരു വെറ്റ്നസ് ഇതിന് വേണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ കോൺഫ്ലവർ അല്പം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. രുചിച്ച് നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് അവസാനമായിട്ട് കുറച്ചും കൂടി നല്ലെണ്ണം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അത് ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ എന്ത് ചൈനീസ് ഐറ്റംസ് ചെയ്യുമ്പോഴും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ നല്ലെണ്ണയുടെ ഫ്ലേവർ താല്പര്യമില്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്ക് പകരമായിട്ട് സാധാരണ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ പച്ചഭാഗം ഇട്ട് കൊടുക്കുക, ഉണ്ടെങ്കിൽ മാത്രം. ഞാൻ എൻ്റെ അടുത്തുള്ള കാരണം ഇടുന്നു മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഞാനിതിൻ്റെ മുകളിൽ കൂടെ സാലറിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ, റാപ്പ് ചെയ്യാനുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഗാർലിക് റൈസിൻ്റെ കൂടെ കഴിക്കാനുള്ള ചില്ലി ചിക്കൻ സൂപ്പർ റെഡി. ഇത് നിങ്ങൾക്ക് കെട്ടിയന്മാർക്ക് ഓഫീസിലേക്ക് കൊടുത്തുവിടാം, കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാം, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കഴിക്കാം. അപ്പോൾ നമുക്ക് ഇനി റൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് ബസ്മതി റൈസ് ഉപ്പിടാണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ബസ്മതി റൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു എന്താ പറയുക, സാധാരണ ഫ്രൈഡ് റൈസ് പോലെ ഒന്ന് വിചാരിക്കേണ്ട, ഒരു ഈസി ഒരു തട്ടിക്കൂട്ട് റൈസ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലാണോ ആ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. സാധാരണ ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ചോറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കും. പക്ഷെ ഇന്നിപ്പോൾ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്തെന്ന് വെച്ചാൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, പൊടിഞ്ഞു പോകാണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫ്രൈഡ് റൈസിൻ്റെ അരിയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ അത് കെയർ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചോളൂ കേട്ടോ. നേരത്തെ തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ റൈസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് സെലറി ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടുന്ന് മാത്രം. സെലറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെളുത്തുള്ളി എന്തായാലും വേണം കേട്ടോ. വഴറ്റി കൊടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതിലേക്ക് സവാളയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, പച്ചമുളക് ഒന്നും ചേർക്കുന്നില്ല, ഇഞ്ചിയും ചേർത്തിട്ടില്ല ഞാൻ. ഈസി പീസി ആയിട്ടുള്ള സോസ് ഒന്നും ഒഴിക്കാത്ത സംഭവം. ഈ ഗാർലിക് ഒന്ന് ബേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ബേൺഡ് ഗാർലിക് റൈസ് ആവും. ചെറിയ ഷെയ്ഡ് മാറിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. വൈറ്റ് പെപ്പർ പൗഡർ ആയാലും ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു അല്പം വിനീഗർ, ഒരുപാടൊന്നും വിനീഗർ ഒഴിക്കരുത്, ശ്രദ്ധിക്കണേ. ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈസി പീസി റൈസാണ്. ഹൈ ഫ്ലെയിമിൽ തീ വെക്കാം. ഞാൻ നേരത്തെ മീഡിയത്തിലാണ് തീ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. പച്ചക്കറിയൊന്നും വേണ്ട. അതേസമയം ആ ഫ്രൈഡ് റൈസിൻ്റെ എല്ലാ ഫ്ലേവർ ഇതിലോട്ട് വരികയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ആക്കണമെന്നുണ്ടെങ്കിൽ സോയാ സോസൊക്കെ ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല റൈസ് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ടേസ്റ്റ് നോക്കുക, എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ ആ താഴെയുള്ള നമ്മൾ ചേർത്തിരുന്ന ആ ഗാർലിക് ഒന്ന് ചെറുതായിട്ടൊന്ന് ബേൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ബേൺഡ് ഗാർലിക് ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പച്ചക്കറി ചേർക്കാട്ടോ. ഇതിപ്പോൾ ഈസി പീസി ആയതുകൊണ്ട് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് മേലെ കൂടി ഇട്ടങ്ങ് അലങ്കരിക്കാം. അത്രേ ഉള്ളൂ.
ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാലേ നന്നായിട്ട് അങ്ങ് ഫ്രൈ ആയി വരുള്ളൂ റൈസ് ഒക്കെ. അപ്പോഴാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ റൈസിന്റെ ടേസ്റ്റ് വരുള്ളൂ. അതപ്പോഴും ശ്രദ്ധിക്കും. ചിക്കൻ റെഡിയാക്കുന്ന സമയത്ത് അപ്പുറത്ത് അടുപ്പിൽ റൈസും കൂടെ കുക്ക് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് അറ്റ് ദ സെയിം ടൈം രണ്ടടപ്പിലും വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ രണ്ട് സംഭവം റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ്, തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗാർലിക് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു. അവസാനമായിട്ട് നമുക്ക് അതിലോട്ട് ഒരു അല്പം കൂടിയിട്ട് നല്ലെണ്ണ അങ്ങ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും മീന ചേച്ചിക്ക് നല്ലെണ്ണ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. ചില ഐറ്റംസ് ഒഴിച്ചാലാണ് അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുള്ളൂ, ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. മിക്സ് ചെയ്ത് കൊടുക്കുക. ചടപടാന്നുള്ള നമ്മുടെ ഫ്രൈഡ് റൈസും റെഡി, ചിക്കനും റെഡി. ഇനി നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ അങ്ങ് പാക്ക് ചെയ്യാം. ചൂടോടുകൂടി നമ്മൾ പ്രത്യേകിച്ചും പ്ലാസ്റ്റിക്കിൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര ഹൈ ക്വാളിറ്റി ആണെങ്കിലും ചൂടോടുകൂടി നമ്മൾ അങ്ങനെ പാക്ക് ചെയ്യണ്ട. നമ്മുടെ സ്റ്റീലിൻ്റെ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എന്നുവെച്ചാൽ പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ചൂടോടുകൂടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവിയൊക്കെ വന്നിട്ട് പെട്ടെന്ന് റൈസൊക്കെ പെട്ടെന്ന് കേടായിപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചൂടൊന്ന് നോർമൽ ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്കൊന്ന് പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ടിഫിൻ ബോക്സിലോട്ട് ആക്കിയിട്ടുണ്ട് റൈസും ചിക്കനും. ഇത് മാമ്പഴമാണ്. സീസണൽ ഫ്രൂട്ട് എന്താണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് എന്താണ് അത് ആക്കാം. അതിനുശേഷം നമുക്ക് അടയ്ക്കാം. പിന്നെ നമുക്ക് കുട്ടികൾക്കുള്ള കഴിക്കാനുള്ള ഫോർക്കും സ്പൂണും ഒരു നാപ്കിനിലോട്ട് ആക്കിയതിന് ശേഷം, അപ്പോൾ അവർക്കത് ഉപയോഗിച്ചതിന് ശേഷം കളയാം. ഇതിൻ്റെ ബാക്കിൽ വെക്കുകയും ചെയ്യാം. അപ്പോൾ നന്ദുവിൻ്റെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നത് സോയ ബിരിയാണി. ഇത് അവിക്കും നന്ദുവിനൊക്കെ നല്ല ഇഷ്ടമാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു തന്നു മാത്രം കേട്ടോ. അത് കാണാത്തൊരു കാണാൻ മറക്കരുത്. വളരെ ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഓഫീസിലേക്കാണെങ്കിലും സ്കൂളിലേക്കാണെങ്കിലും കൊടുത്തുവിടാം. ഇതുപോലത്തെ ഈ സോയ ബിരിയാണി ഇത് ഞാൻ നമ്മുടെ ലെമൺ ഡേറ്റ്സ് പിക്കിളും അതുപോലെ തന്നെ കുറച്ച് റൈത്തയാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിപ്പോൾ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടല്ല, ഇങ്ങനെയും കൊടുത്തുവിടാറെന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്. അതായത് നമ്മളിപ്പോൾ റെഡിയാക്കിയിരുന്ന ചിക്കൻ ഇതേപോലെ റാപ്പ് ചെയ്തിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ട് മുറിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നന്ദുവിന് ഇഷ്ടം കൂടുതലും. റൈസിനേക്കാളും അവനും കൂടുതലും ഇഷ്ടം ഇതേപോലെ റാപ്സ് ആണ്. അപ്പോൾ അവൻ പറയും കയ്യിൽ അഴുക്കാവില്ല, കയ്യിൽ ചോറാവില്ല അമ്മ, ഈസി ടു ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ കൊടുത്തുവിടാറ്. പിന്നെ കുറച്ച് നട്ട്സ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ആണ് സെക്കൻഡ് ബ്രേക്കിനായിട്ട് ഞാൻ കൊടുത്തുവിടാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക. ഇത് ഈസി റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മക്കളുടെ അഭിപ്രായം എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.